everyone. ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്, ഡയാതെർമി. അപ്പോൾ നമുക്ക് ഡയാതെർമിയെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻസിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡയാതെർമി ഈസ് എ ഗ്രീക്ക് വേർഡ് മീൻസ് ഡയാ ത്രൂ തെർമി ഹീറ്റ്. ഡയാതെർമി എന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ഡയ മീൻസ് ത്രൂ, തെർമി മീൻസ് ഹീറ്റ്, അതായത് ത്രൂ ഹീറ്റ് എന്നതാണ് ഡയാതെർമിയുടെ മീനിങ് എന്ന് പറയുന്നത്. ഇറ്റ് യൂസസ് ഹൈ ഫ്രീക്വൻസി ഇലക്ട്രിക്കൽ എനർജി 5 lakh to 1 million hertz. ഹൈ ഫ്രീക്വൻസി ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് ഡയാതെർമി വർക്ക് ചെയ്യുന്നത്. ദിസ് എനർജി ഹാസ് എ ഹൈ കറന്റ് ഡെൻസിറ്റി ആൻഡ് ഈസ് ഏബിൾ ടു ജനറേറ്റ് എനഫ് ഹീറ്റ് ടു പ്രൊഡ്യൂസ് എ തെറാപ്യൂട്ടിക് കട്ട് ഓർ കൊയാഗുലേഷൻ. ഈ എനർജിക്ക് ഹൈ കറന്റ് ഡെൻസിറ്റി ഉള്ളതിനാൽ തന്നെ ഇനഫ് ആയിട്ടുള്ള ഹീറ്റ് നമ്മുടെ തെറാപ്യൂട്ടിക് കട്ടിന് വേണ്ടിയും കൊയാഗുലേഷന് വേണ്ടിയും ജനറേറ്റ് ചെയ്യാനായിട്ട് ഡയാതെർമിക്ക് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ എനർജി ദെൻ പാസസ് ത്രൂ ദി പേഷ്യന്റ് ടു എ ഡിസ്പെർസീവ് ഇലക്ട്രോഡ് ഓഫ് ലാർജ് സർഫസ് ഏരിയ ദാറ്റ് റിട്ടേൺസ് ദ എനർജി സേഫ്റ്റി ടു ദ ESU. അതായത് ലാർജ് സർഫസ് ഏരിയയിലേക്ക് ഡിസ്പെർസീവ് ഇലക്ട്രോഡ് വഴി പേഷ്യന്റിലേക്ക് പോകുന്ന എനർജി അതുപോലെ തന്നെ തിരിച്ച് ഇലക്ട്രോ സർജിക്കൽ യൂണിറ്റിലേക്ക് റിട്ടേൺ ചെയ്യുന്നതാണ് ഈ പോയിന്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. പേഷ്യന്റ് പ്ലേറ്റ് യൂസ്ഡ്. പേഷ്യന്റ് പ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Then problems can arise if the electrosurgical return plate or patient plate is improperly applied to the patient, or if the cord connecting the patient plate to the ESU is damaged or broken. അതായത് പേഷ്യന്റ് പ്ലേറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ സർജിക്കൽ റിട്ടേൺ പ്ലേറ്റ് ഇംപ്രോപ്പർ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് പേഷ്യന്റിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ കോഡ് കണക്ടിങ് ടു ദ പേഷ്യന്റ് പ്ലേറ്റ് എന്ന് പറയുന്നത് ബ്രോക്കൺ ആയിട്ടുണ്ടോ, ഡാമേജ് ആയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബേൺസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ പേഷ്യന്റ് പ്ലേറ്റ് വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ജെല്ലിയുള്ള പേഷ്യന്റ് പ്ലേറ്റ് ആണോ വെക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. അതോടൊപ്പം തന്നെ പേഷ്യന്റ് പ്ലേറ്റിന്റെ കോഡ് വയറിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, ബ്രോക്കൺ ആയിട്ടുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൺഫേം ചെയ്യുക. പേഷ്യന്റ് പ്ലേറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ കോഡ് ഒന്ന് ചെക്ക് ചെയ്യുന്നതും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫ്ലെയിമബിൾ prep സൊല്യൂഷൻസ് സച്ച് ആസ് ആൽക്കഹോൾ ആൻഡ് അസറ്റോൺ ഷുഡ് ബി പ്ലേസ്ഡ് ആസ് ഫാർ ഫ്രം ദ സൈറ്റ്. നമ്മൾ ഇലക്ട്രോ സർജിക്കൽ യൂണിറ്റ് യൂസ് ചെയ്യുന്ന സൈറ്റിൽ നിന്നും മാക്സിമം ദൂരത്തേക്ക് തന്നെ ആൽക്കഹോൾ, അസറ്റോൺ എന്ന പോലെയുള്ള ഫ്ലെയിമബിൾ ആയിട്ടുള്ള prep സൊല്യൂഷൻസ് വെക്കുക. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് there are 2 type of electrical surgical technique for ESU. 2 ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ സർജിക്കൽ ടെക്നിക് ആണുള്ളത്. ഒന്ന് മോണോപോളാറും ഒന്ന് ബൈപോളാറും. ഇതിനെ പറ്റിയിട്ടുള്ള ഡെഫിനിഷൻസ് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. ഇനി നമുക്ക് ഇലക്ട്രോ സർജിക്കൽ യൂണിറ്റിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊവൈഡ് ലിമിറ്റഡ് ബ്ലഡ് ലോസ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കോട്ടറി എന്ന് പറയുന്നത്. ദെൻ ഡ്യൂറിങ് സർജറീസ് ഹെൽപ്പിംഗ് ടു പ്രിവെന്റ് ബ്ലഡ് ലോസ്. അത് തന്നെയാണ് പറയുന്നത്, സർജറി സമയത്ത് ബ്ലഡ് ലോസ് പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഡിസ്ട്രോയ് ബോഡി ടിഷ്യൂസ് ഡിസ്ട്രോയ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കട്ടിങ്ങിന് യൂസ് ചെയ്യാം, കൊയാഗുലേഷൻ ചെയ്യാം. യൂസ്ഡ് ടു കട്ട് ടിഷ്യൂസ് ഓർ ടു കോട്ടറൈസ് സ്മോൾ ബ്ലഡ് വെസൽസ് ടു സ്റ്റോപ്പ് ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സ്മോൾ ബ്ലഡ് വെസൽസിനെ കോട്ടറൈസ് ചെയ്യാനും ടിഷ്യൂസിനെ കട്ട് ചെയ്യാനും ഉപയോഗിക്കാവുന്നതാണ്. ഇറ്റ് യൂസ്ഡ് ടു കോട്ടറി പോളിപ്സ് ആൻഡ് അതർ സൂപ്പർഫിഷ്യൽ ലെഷൻസ്. മറ്റ് സൂപ്പർഫിഷ്യൽ ലെഷൻസും അതുപോലെ തന്നെ പോളിപ്സിനെയും കോട്ടറി ചെയ്യാനായിട്ട് നമുക്ക് ഇലക്ട്രോ സർജിക്കൽ യൂണിറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിന്റെ സേഫ്റ്റി സിസ്റ്റം എന്താണെന്ന് നോക്കാം. സേഫ്റ്റി സിസ്റ്റം ഓഫ് ഡയാതെർമി NESI എന്ന് പറയും, അതായത് ന്യൂവർ ഇലക്ട്രോഡ് സേഫ്റ്റി സിസ്റ്റം, മോണിറ്ററിംഗ് ആൻഡ് കട്ട് ഓഫ്. ദെൻ REM അതായത് റിട്ടേൺ ഇലക്ട്രോഡ് മോണിറ്ററിംഗ്. അപ്പോൾ എന്താണ് ഡയാതെർമിയുടെ സേഫ്റ്റി സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറക്കാതെ ഇത് ഓർത്ത് വെച്ച് പറയാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി അനസ്തീഷ്യ മെഷീന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡയാതെർമി, നമ്മുടെ മറ്റൊരു മെഷീനായ ഡയാതെർമിയുടെ സേഫ്റ്റി ഫീച്ചറാണ് ഇത് രണ്ടും. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്റെ വൈവയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഡയാതെർമിയുടെ സേഫ്റ്റി ഫീച്ചർ എന്താണ് എന്നുള്ളത്. വൈവ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പൊ നിങ്ങൾക്ക് വൈവ ക്വസ്റ്റ്യൻസ് ആയിട്ടൊരു വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ അതോടെ കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ദെൻ കളർ കോഡ്സ്. കട്ടാണെങ്കിൽ യെല്ലോ ആണ്, കൊയാഗുലേഷൻ ആണെങ്കിൽ ബ്ലൂ ആണ്. നമ്മൾ ഇലക്ട്രോ സർജിക്കൽ യൂണിറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അത് കളർ കോഡിങ് കട്ടിന്റെ സ്ഥാനത്ത് യെല്ലോയും കൊയാഗുലേഷന്റെ സ്ഥാനത്ത് ബ്ലൂവും ആയിരിക്കും. അതോടൊപ്പം തന്നെ അതിന്റെ ഫുഡ് പെഡലിലും ആ ഒരു കളർ കോഡിങ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ദെൻ ടൈപ്പ് ഓഫ് കട്ട്. ഏതൊക്കെ ടൈപ്പ് ഓഫ് കട്ടാണ് ഉള്ളതെന്ന് നോക്കാം. പിയർ കട്ട് ഉണ്ട്, ദെൻ പ്രഷർ കട്ട് ഉണ്ട്, ദെൻ ഡ്രൈ കട്ട് ഉണ്ട്, ദെൻ ബ്ലണ്ട് കട്ട് ഉണ്ട്,
ദെൻ ഓട്ടോ കട്ട് ഉണ്ട്, ദെൻ ഹൈ കട്ട് ഉണ്ട്. ഓട്ടോ സെറ്റ് എന്നായി പോയിട്ടോ ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ. അപ്പോൾ ഓട്ടോ കട്ടാണ് അത്, നിങ്ങളത് ജസ്റ്റ് ഒന്ന് തിരുത്തിയേക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കട്ടാണ് നമുക്ക് ഇലക്ട്രോ സർജിക്കൽ യൂണിറ്റിലുള്ളത്. അപ്പോൾ ഓരോ മെഷീൻ അനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രോ സർജിക്കൽ യൂണിറ്റ് ഏതാണ്, ഏത് കമ്പനിയുടേതാണ്, ഇതുപോലുള്ള ഫങ്ഷൻസ് അതിലുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അതോടൊപ്പം അത് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താനും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. Then type of coagulation. Two types of coagulation ആണ് നമുക്കുള്ളത്. Desiccation, contact coagulation, fulguration, non contact coagulation. ഇതൊക്കെ നിങ്ങൾ ഡയതർമി മെഷീനിൽ നോക്കുക, ഈ ഫങ്ഷൻസ് ഒക്കെ അതിലുണ്ടോ എന്നുള്ളത്. Then types of diathermy. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡയതർമി ആണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഷോർട്ട് വേവ് ഡയതർമി ഉണ്ട്, സർജിക്കൽ ഡയതർമി ഉണ്ട്, മൈക്രോവേവ് ഡയതർമി ഉണ്ട്, അതോടൊപ്പം അൾട്രാസൗണ്ട് ഡയതർമി ഉണ്ട്. ഇതിലേത് ഡയതർമിയാണ് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത് എന്നത് കൂടി ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാം. ഇനി നമുക്ക് ബൈപോളാർ എന്താണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഇലക്ട്രോ സർജിക്കൽ ടെക്നിക്ക് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ബൈപോളാർ, മോണോപോളാർ. അതിൽ ബൈപോളാർ എന്താണെന്നുള്ളത് നോക്കാം. കറന്റ് പാസസ് ഓൺലി ബിറ്റ്വീൻ ദ ടു ബ്ലേഡ്സ് ഓഫ് എ പെയർ ഓഫ് ഫോർസെപ്സ് ഈസ് കോൾഡ് ബൈപോളാർ ESU. അതായത് ഇതിൽ 2 ബ്ലേഡ്സ് ഓഫ് പെയർ ഓഫ് ഫോർസെപ്സ് ആണുള്ളത്. അത് ഉപയോഗിച്ചായിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഒരു ബ്ലേഡിൽ കൂടി കറണ്ട് പാസ് ചെയ്ത് മറ്റൊരു ബ്ലേഡിൽ കൂടി അത് തിരിച്ച് നമ്മുടെ ESU മെഷീനിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിനെയാണ് നമ്മൾ ബൈപോളാർ എന്ന് പറയുന്നത്. ദെൻ പേഷ്യൻ പ്ലേറ്റ് നോട്ട് നീഡഡ്. ഇതിൽ പേഷ്യൻ പ്ലേറ്റിന്റെ ആവശ്യമില്ല. ദെൻ ബൈപോളാർ ഈസ് ഗുഡ് ഫോർ കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ വളരെ നല്ലതാണ് ബൈപോളാർ എന്ന് പറയുന്നത്. ദ ബൈപോളാർ ESU ജനറേറ്റ്സ് കൺസിഡറബിളി ലെസ് പവർ ദാൻ ദ മോണോപോളാർ. മോണോപോളാറിനേക്കാളും പവർ വളരെ കുറച്ച് മാത്രം ജനറേറ്റ് ചെയ്താൽ മതി ESUവിന് ബൈപോളാർ ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഒപ്താൽമിക് ആൻഡ് ന്യൂറോളജിക് സർജറീസ്. ഒപ്താൽമിക് സർജറീസിനും ന്യൂറോളജിക് സർജറീസിനും ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമ്മൾ ഇതിൽ കൂടുതലുള്ള സർജറീസിലും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ദെൻ ഫോർസെപ്സ് ഈസ് യൂസ്ഡ്. ഇതിന് നമ്മൾ ഫോർസെപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. The next point എന്ന് പറയുന്നത് ബൈപോളാർ ഇലക്ട്രോ സർജറി ഈസ് ഓഫൺ റിഫർ ടു ആസ് വെറ്റ് ഫീൽഡ് കോട്ടറി. ഇതിനെ വെറ്റ് ഫീൽഡ് കോട്ടറി എന്നും റിഫർ ചെയ്യുന്നുണ്ട്. ദെൻ കോട്ടറൈസേഷൻ യൂസിങ് എ ഹൈ ഫ്രീക്വൻസി ഇലക്ട്രിക്കൽ കറണ്ട് പാസ് ത്രൂ ടിഷ്യൂ ഫ്രം വൺ ഇലക്ട്രോഡ് ടു അനദർ. അതായത് ഹൈ ഫ്രീക്വൻസി ഇലക്ട്രിക്കൽ കറണ്ട് ഉപയോഗിച്ച് നമ്മൾ ടിഷ്യൂയിലേക്ക് കോട്ടറൈസേഷൻ ചെയ്യുമ്പോൾ അത് വൺ ഇലക്ട്രോഡിൽ നിന്നും മറ്റൊരു ഇലക്ട്രോഡിലേക്കായിരിക്കും കറണ്ട് പാസ് ചെയ്യുന്നത്. ടൈംസ് ഓഫ് ദ ഫോർസെപ്സ് പെർഫോം ദ ആക്റ്റീവ് ആൻഡ് റിട്ടേൺ ഇലക്ട്രോഡ് ഫങ്ഷൻസ്. ഫോർസെപ്സിന്റെ 2 ലൈൻസ് പെർഫോം ചെയ്യുന്നത് ഇവിടെ പേഷ്യൻ പ്ലേറ്റിന്റെ ഫങ്ഷൻ തന്നെയാണ്. പ്രൊവൈഡ് ലിമിറ്റഡ് ബ്ലഡ് ലോസ് ലിമിറ്റഡ് ആക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റിസ്ക് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ യൂസിങ് എ ബൈപോളാർ ഇലക്ട്രോ കോട്ടറി. ബൈപോളാർ ഇലക്ട്രോ കോട്ടറി ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് മോണോപോളാറിനെ പറ്റി നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ മോണോപോളാർ കനോട്ട് ബി സേഫ്ലി ഓപ്പറേറ്റഡ് അൺലെസ് ദ പേഷ്യൻ പ്ലേറ്റ് ഈസ് പ്ലേസ്ഡ്. പേഷ്യൻ പ്ലേറ്റ് ഇല്ലാതെ നമുക്ക് മോണോപോളാറിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. ദ പേഷ്യൻ പ്ലേറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് പ്രോപ്പർലി. പേഷ്യൻ പ്ലേറ്റ് പ്രോപ്പറായിട്ട് തന്നെ പ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ദ റിട്ടേൺ പ്ലേറ്റ് ഹാസ് ദ അപ്രോപ്രിയേറ്റ് എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് ജെൽ ആൻഡ് ആൻ ഇൻടാക്ട് റിട്ടേൺ വയർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്, പേഷ്യൻ പ്ലേറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് തന്നെ പേഷ്യൻ പ്ലേറ്റ് പ്രോപ്പർലി പ്ലേസ് ചെയ്യണം. അതോടൊപ്പം തന്നെ പേഷ്യൻ പ്ലേറ്റിലുള്ള ജെല്ല്, ഇലക്ട്രോലൈറ്റ് ജെല്ലിന്റെ എമൗണ്ട് നോക്കുക. ജെല്ല് കുറവാണ് എന്നുണ്ടെങ്കിൽ ജെല്ല് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്പോസിബിൾ പേഷ്യൻ പ്ലേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഡിസ്പോസ് ചെയ്ത് ന്യൂ പേഷ്യൻ പ്ലേറ്റ് എടുക്കുക. അതോടൊപ്പം പേഷ്യൻ പ്ലേറ്റ് കോഡിൽ ഡാമേജോ അത് ബ്രോക്കൺ ആയിട്ടിരിക്കുകയോ ചെയ്യാൻ പാടില്ല, അതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. Place the patient plate as close as possible to the site of the operation. ഓപ്പറേഷന്റെ സൈറ്റിന് ക്ലോസ് ആസ് പോസിബിൾ, വളരെ അടുത്ത് തന്നെ പേഷ്യൻ പ്ലേറ്റ് പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ECG pads should be placed as far from the site of the operation. ഓപ്പറേഷൻ സൈറ്റിന്റെ അടുത്ത് നിന്നും കുറച്ച് ദൂരത്തേക്ക് വേണം ECG pads പ്ലേസ് ചെയ്യാനായിട്ട്. The next point എന്ന് പറയുന്നത് a burn may occur at the site of the patient plate if it is not properly applied. patient plate പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബേൺസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. മോണോപോളാർ ഇലക്ട്രോ സർജറി the current passes from the probe electrode to the tissue and through patient to a patient plate to complete the electric
കറന്റ് സർക്യൂട്ട് ആൻഡ് ബാക്ക് ടു ജനറേറ്റർ. അതായത് മോണോപോളാർ എങ്ങനെ വർക്ക് ആകുന്നു എന്നതാണ് ഈ പോയിന്റിലൂടെ പറയുന്നത്. ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് 1 ഇലക്ട്രോഡ് മാത്രമേ അതിലുണ്ടാവുള്ളൂ. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നത് ആ 1 ഇലക്ട്രോഡ് പ്രോബ് വഴി പാസ് ചെയ്ത് പേഷ്യന്റ് ടിഷ്യൂലേക്ക് പോയി അതിനുശേഷം തിരിച്ച് ആ കറണ്ട് തിരിച്ച് പേഷ്യന്റ് പ്ലേറ്റിലേക്കാണ് വരുന്നത്. അതിനുശേഷം പേഷ്യന്റ് പ്ലേറ്റ് വഴി തിരിച്ച് നമ്മുടെ ESU മെഷീനിലേക്കാണ് പോകുന്നത്. എന്നാൽ ബൈപോളാർ അങ്ങനെയല്ല. നമ്മൾ പേഷ്യന്റ് പ്ലേറ്റിന് പകരം നമുക്ക് അവിടെ സെക്കൻഡ് ഇലക്ട്രോഡ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചു നോക്കുക. അതോടൊപ്പം അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനും ശ്രദ്ധിക്കുക. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. The next point എന്ന് പറയുന്നത് monopolar electrosurgery is the most commonly used because of its versatility and effectiveness. monopolar electrosurgery ആണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ്നെസ് ആയിട്ടുള്ളത് കൊണ്ടാണ്. ഇനി നമുക്ക് ഇലക്ട്രോ കോട്ടറി യൂസ് ചെയ്യുന്നത് കാരണം വരാൻ ചാൻസസ് ഉള്ള ഹസാർഡ്സ് എന്താണ് എന്നുള്ളത് നോക്കാം. ഹസാർഡ്സിൽ ഫസ്റ്റ് പറയുന്നത് ബേൺസ് ആണ്. അതായത് നമ്മൾ പേഷ്യന്റ് പ്ലേറ്റ് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ബേൺസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡയാതെർമി പ്ലൂം ആണ്. അതായത് ഡയാതെർമി ഉപയോഗിക്കുന്നത് കാരണം ഉണ്ടാകുന്ന സ്മോക്ക് ആണ്. ദെൻ ജീൻ മ്യൂട്ടേഷൻ, പിന്നെ ഇലക്ട്രോക്യൂഷൻ ആൻഡ് ഹൈപ്പോക്സിക് സ്ട്രെസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ സബ്ജക്റ്റ് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് കൂടെ ചെയ്യാട്ടോ. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ടോപ്പിക്സ് ആണ് എടുത്തു തരേണ്ടത് എന്നുള്ളതും കൂടി ഒന്ന് കമന്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.